പ്രിയ കൂട്ടുകാരെ, ഇന്ന് രാവിലെ പുതുപ്പള്ളി കണ്ട ഒരു കാഴ്ചയാണ്. ഒറ്റയാൾ പ്രതിഷേധവുമായിട്ട് ഒരാൾ സൈക്കിളെ യാത്ര ചെയ്യുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിന്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ് കേട്ടോ. ഇതൊരു പോലീസിന്റെ ഗവൺമെന്റിന്റെ ഒക്കെ ഭയങ്കരമായ ദ്രോഹം കാരണം ഒരു കാൽനട പ്രതിഷേധം ഇങ്ങനെ നടത്തുകയാണ്. ഇത് കേരളം മൊത്തം ഇങ്ങനെ നടന്നുകൊണ്ടുള്ള സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ സമരമായിട്ട് കിടന്നതാണ്. ഇവർ വേറെ ആളുകളെ നമ്മളെ ഉപദ്രവിക്കുക, അങ്ങനെ ഇവരുടെ ഭയങ്കരമായ ദ്രോഹങ്ങൾ. ഇതുവരെ ഇതിന് നീതി കിട്ടാൻ വേണ്ടി ഈ വിഷയത്തിൽ നേരായ അന്വേഷണമോ മറ്റു ഒരു കാര്യങ്ങളും ചെയ്യാതെ നമ്മളെ പറ്റിക്കുകയും അതോടൊപ്പം ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഈ കൊറോണ ആ സമയത്ത് ഞാൻ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്, ഞാൻ 10 വർഷമായിട്ട് അവിടെ സമരമുണ്ട്. ഈ കൊറോണ വന്നു പോകുന്ന സമയത്ത് ഈ കേസെല്ലാം ഇവരങ്ങ് മുക്കിക്കളഞ്ഞു. വലിയ ജനശ്രദ്ധയും പല ആളുകൾ ഇടപെട്ട ഒരു സംഭവം. ഇതിനിടപെട്ട ആളുകളെ എല്ലാം ഇവർ സ്വാധീനിച്ച് അങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്തി ഈ കേസ് മൊത്തം അങ്ങ് കാത്തു കളഞ്ഞു. പിന്നെ ഈ കേസിന് സുപ്രീം കോടതിയിലൊക്കെ നമ്മൾ പോകണം. അപ്പോൾ അതിന് ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇതിപ്പോൾ എവിടുന്ന് യാത്ര ആരംഭിച്ചു? ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വരുവാണ്. തിരുവനന്തപുരം മൊത്തം കുറേ ഇങ്ങനെ അവിടെ 10-11 പ്രാവശ്യം കറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ കോട്ടയത്ത് വന്ന് ഇവിടെ 1-2 പേരെ കാണണം. പിന്നെ അങ്ങോട്ട് പോകും. ഇങ്ങനെ ഇവരുടെ ഭയങ്കരമായ ദ്രോഹം കാരണമാണ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി ഈ രീതിയിൽ. ശരിയാണ്. ഇത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ശ്രീജിത്താണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. കാരണം ഒറ്റയാൾ പോരാട്ടത്തിലൂടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർഷങ്ങളോളം സമരം കിടന്നയാളാണ്. ഇദ്ദേഹത്തിൻ്റെ അനിയൻ 2018 പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടു. അതിൻ്റെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്ക് അർഹിക്കപ്പെട്ട ശിക്ഷ കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒറ്റയാൾ സമര പോരാട്ടവുമായി കടന്നു വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് പുതുപ്പള്ളിക്കവലെ വന്നപ്പോഴത്തേനാണ് ഞാൻ കണ്ടത്. അദ്ദേഹം പുതുപ്പള്ളി MLA ചാണ്ടിയമ്മന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കണ്ട് ഒരു നിവേദനം കൊടുക്കണം. അപ്പൊ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ താമസിക്കുന്ന അറിയോ? ഇതിൽ അട്ടിമറിക്കപ്പെട്ടു പോയൊരു കേസാണ്. പുള്ളിക്ക് വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അദ്ദേഹത്തിന് എന്താണെങ്കിലും അദ്ദേഹം ഒരു ശ്രദ്ധപ്പെടുത്താൻ പറ്റും. പുള്ളിയുടെ ശ്രദ്ധയിൽ ശരിക്കും ആളുകൾ, രാഷ്ട്രീയക്കാരും പല ആളുകളും ഇടപെട്ട ഒരു സംഭവമാണ്. എന്നിട്ട് ഒരു അന്വേഷണമൊക്കെ പറഞ്ഞെങ്കിലും നേരായ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ നമുക്ക് ബോധിപ്പിക്കാം. കാര്യം നമുക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്താം ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് പോകുമ്പോൾ അപൂർവം ചില നമുക്ക് ഉമ്മൻചാണ്ടി സാറ് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ നേരിട്ട് നമുക്ക് ഇടപെടാൻ പറ്റിയതിൽ ഏറ്റവും നല്ല എടുത്തു പറയേണ്ട അദ്ദേഹത്തെയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ട് നമ്മുടെ കാര്യം ബോധിപ്പിക്കണം. ഇതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നടക്കുന്നതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ അവരൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു, കാരണം ഇതൊരു പൊതുജന ശ്രദ്ധയിൽ നിന്ന് ഈ ഒരു സംഭവത്തെ അങ്ങ് മുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത്ര വർഷം കഴിഞ്ഞില്ല, അന്നേരം ആൾക്കാരും ഇതിനെ പറ്റിയല്ലേ? അതെ, പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ഈ കൊറോണ വന്നു പോകുന്ന ആ സമയത്ത് തന്നെ ഈ ഒരു സംഭവം മാത്രമല്ല, ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും ഇവർ മുക്കിക്കളഞ്ഞു. ഈ ഒരു പ്രശ്നം മാത്രമല്ല, ഭരണത്തെ സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങളും മുക്കിക്കളഞ്ഞു. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്നത് ഒരു പൊതുജനങ്ങളുടെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരിക. ആരെങ്കിലും ഈ വിഷയത്തിൽ അനുകൂലമായ രീതിയിൽ ഇടപെടുകയാണെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാം. ഈ കോടതിയുടെ ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ ഈ കേസ് അന്വേഷണം നടത്തണമെന്നും പിന്നെ അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം കോടതി പരിശോധിക്കണമെന്നും എന്ന് പറഞ്ഞാൽ ഇവർ സ്ഥിരം ചെയ്യുന്ന ഒരു അഴിമതിക്ക് യാദൃച്ഛികമായിട്ട് നമ്മുടെ സഹോദരൻ ഇരയായതാണ്. ഇവർ ഈ പോലീസ് മാത്രമല്ല, ഈ കോടതിക്ക് വേണ്ടുന്ന ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ചേർന്ന് ഇവരെല്ലാം കൂടി ചേർന്ന് എന്തെങ്കിലും ഈ
ആരെങ്കിലും ചെയ്യും. അപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കുക, പിന്നെ അതിനെ മറ്റേതെങ്കിലും രീതിയിൽ ഇവർക്ക് എഴുതി മാറ്റുക. ഇവർ എഴുതി മാറ്റുന്ന ഏത് രീതിയിലാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കോടതിയിൽ വരെ ഇവർ കളിക്കുക. നമുക്ക് ഭീഷണി വല്ലതും വന്നിട്ടുണ്ട് അതിന്റെ? എനിക്ക് ഭയങ്കരമായ ഭീഷണിയുണ്ട്, പല രീതിയിലുള്ള ഉപദ്രവമുണ്ട്. ഇവരാളെ വിട്ട് നമ്മളെ അടിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുക, എന്നിട്ട് നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് നമുക്കെതിരെ കേസെടുക്കുക. അങ്ങനെ ഇവരുടെ ഭയങ്കരമായ ഒരു ദ്രോഹം കാരണമാണ് ഞാനിപ്പോൾ ഈ രീതിയിലൊരു സെക്രട്ടേറിയറ്റിൻ്റെ നാൾക്ക് ഒരു 3 ഒക്ടോബർ മാസം 6-ാം തീയതി വരെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഒക്ടോബർ മാസം 2024 ഒക്ടോബർ മാസം 6-ാം തീയതി വരെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ. ഇവരുടെ ഭയങ്കരമായ ഉപദ്രവം കാരണമാണ് ഈ രീതിയിലൊരു പ്രതിഷേധം നമ്മൾ നടത്തി ഇങ്ങനെ വരുന്നത്. നമുക്ക് നീതി കിട്ടാൻ വേണ്ടി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ആരെങ്കിലും നമ്മളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ വിഷയത്തിൽ എല്ലാവരും ഇടപെട്ടതാണ് കേട്ടോ. ഞാൻ പരമാവധി എല്ലാവരും കാണാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി നമ്മളെ കൊണ്ട് സമൂഹത്തിലൊരു മാനുഷികമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്ന ആൾക്കാരെ എല്ലാം ഞാൻ പരമാവധി നേരിട്ട് കണ്ട് നമ്മളെ കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിനെ കാര്യം ബോധിപ്പിക്കുക, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ കാര്യം ബോധിപ്പിക്കുക. ഇനി നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നമ്മുടെ ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ, കൊടുക്കട്ടെ? ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണോ? അത് അങ്ങനെ ചേട്ടാ, എനിക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് അല്ല, ഇതിനൊക്കെ എക്സ്പെൻസ് വേണ്ടി പൈസ ചിലവുള്ളതല്ലേ? പൈസയുടെ ഇത് ചിലവുണ്ട്, കേസും മറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചിലവുണ്ട്. നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിൽ ആരോപണങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു വിഷയത്തിന് പക്ഷെ നമ്മൾ സ്വന്തം ജീവിതം വരെ ബലി കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇവര് മറ്റേതെങ്കിലും രീതിയിലൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ കേസിന്റെ കാര്യങ്ങൾ നമുക്ക് ഈ കേസ് സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കണം. അതിനുവേണ്ടി എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. MLA കണ്ടിട്ടേ പോകത്തുള്ളൂ? അല്ല, അദ്ദേഹത്തെ കണ്ടിട്ടല്ല, എനിക്കൊരു നിവേദനം കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഓഫീസിൽ ആള് വരും. അപ്പോൾ അതേ നിവേദനം കൊടുക്കണം. MLA അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരു നിവേദനം കൊടുക്കണം. പിന്നെ എനിക്ക് വേറെയും ഇനിയിപ്പോൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്? ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കോട്ടയം വഴി അങ്ങ് പോവുകയാണ്. കോട്ടയം വഴി എറണാകുളം അങ്ങ് പോകും, തൃശ്ശൂർ അങ്ങനെ.